പാർവതിക്കും പ്രണവിനും 5 വർഷങ്ങൾക്ക് ശേഷം നീതി. ആ വാർത്ത കണ്ടതും ഹരിയുടെയും അമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു. ഇരുവരും നെടുവീർപ്പോടെ അടുത്ത വീടിന് നേരെ നോക്കി. ഒരു നിമിഷം അവരുടെ ഓർമ്മകൾ 5 വർഷം പിന്നിലേക്ക് പോയി. വീടിൻ്റെ പുറത്തുനിന്ന് പതിവില്ലാത്ത ശബ്ദം കേട്ടാണ് ഹരി ഉറക്കം ഉണർന്നത്. ദേഷ്യത്തോടെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയവൻ അയൽ വീട്ടിലും റോഡിലുമായി നിന്ന് അടക്കം പറയുന്ന ആളുകളെ കണ്ടതും കാര്യം മനസ്സിലാവാതെ പെട്ടെന്ന് കിച്ചണിലേക്ക് നടന്നു. അവിടെ അമ്മയില്ലെന്ന് കണ്ടതും ധൃതിയിൽ റൂമിൽ ചെന്ന് ഹാങ്ങറിൽ നിന്ന് ഒരു ടീഷർട്ട് എടുത്ത് ധരിച്ച ശേഷം മുറ്റത്തേക്കിറങ്ങി. ചെടികൾ നനയ്ക്കാനായി മുറ്റത്തുള്ള പൈപ്പിൻ ചുവട്ടിൽ നിന്ന് മുഖവും വായും കഴുകിയ ശേഷം അവൻ റോഡിലേക്കിറങ്ങി. ഡാ ഹരി! പെട്ടെന്നുള്ള വിളി കേട്ടതും അവൻ ചുറ്റും നോക്കി. റോഡരികിൽ നിർത്തിയിട്ട ആംബുലൻസിനരികിൽ നിന്ന് തന്നെ കൈകാട്ടി വിളിക്കുന്ന അജുവിനെ കണ്ടതും അവൻ വേവലാതിയോടെ അവൻ അരികിലേക്ക് നടന്നു. ഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, രാവിലെ തെങ്ങ് കയറുന്ന രാഘവേട്ടനാ എന്നെ വിളിച്ചത്. പെട്ടെന്ന് ആംബുലൻസുമായി ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു. ഞാൻ കരുതിയത് നിന്റെ അമ്മയ്ക്കോ നിനക്കോ വയ്യാതായി എന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. തൻ്റെ മുഖത്ത് നോക്കാതെ തല കുനിച്ചുകൊണ്ട് പറയുന്നവനെ കണ്ടതും കാര്യം മനസ്സിലാകാതെ ഹരി അവനെ തുറച്ചു നോക്കി. ഡാ, നീ വാലും തുമ്പൂല്ലാതെ പറയാതെ കാര്യം എന്താണെന്ന് തെളിച്ചു പറ. ഇവിടെന്താ ഇത്ര ആളുകൾ? എന്തേ, പ്രണവിന് എന്തെങ്കിലും? പാതിയിൽ നിർത്തിക്കൊണ്ടവൻ ഭയത്തോടെ വീടിന് നേരെ നടക്കാനാഞ്ഞു. അത് കണ്ടതും അജു അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പോൾ നീ ശരിക്കും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ഹരിയാകെ വല്ലാതെയായി. നീ മനുഷ്യനെ ടെൻഷനാക്കാതെ കാര്യം പറയടാ. കാര്യം അറിഞ്ഞെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കുമോ? ആളുകളുടെ സംസാരം കേട്ടിട്ടാ രാവിലെ തന്നെ ഞാൻ ഉണർന്നത്, അല്ലാതെ ഞാനൊന്നും അറിഞ്ഞില്ല. അത് ഡാ, നമ്മുടെ പാർവതി, അവൾക്ക് അവളുടെ റിസൾട്ട് വന്നല്ലേ? ഇന്നലെ രാത്രി കൂടെ കണ്ടപ്പോൾ അവൾ പറഞ്ഞിരുന്നു ഇന്ന് റിസൾട്ട് ആണെന്ന്. മാർക്ക് എങ്ങനെ ഉണ്ടടാ അവൾക്ക്? നല്ല മാർക്ക് വാങ്ങിച്ചാൽ അവൾക്ക് ഞാനൊരു വലിയ കേക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്ന് ഏറ്റതാ. പുഞ്ചിരിയോടെ പറയുന്നവനെ കണ്ടതും അജു അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഡാ, അതൊന്നുമല്ല. പിന്നെ? സംശയത്തോടെ തന്നെ നോക്കുന്ന ഹരിയെ കണ്ടതും അജു എന്ത് പറയണമെന്നറിയാതെ ചുറ്റിലും നോക്കി. എടാ, നീ കാര്യം പറ. പാറു എന്തേ? അത് പിന്നെ ആ കുട്ടി ഇന്നലെ രാത്രി ആരൊക്കെയോ ചേർന്ന്. വിക്കലോടെ അവൻ പറയുന്നത് കേട്ടതും ഹരി ഞെട്ടലോടെ ആ വീട്ടിലേക്ക് നോക്കി. ഹേ അജു, നീ എന്തൊക്കെയായി പറയുന്നത്? ഇന്നലെ രാത്രി ഒരു 1:30 ആയപ്പോൾ ഞാൻ അവളെ കണ്ടതാ. രാത്രി എന്തിനാ ബാൽക്കണിയിൽ നിൽക്കുന്നത്? കാമുകന്മാർ വല്ലവരും വരാനുണ്ടോ എന്ന് ഞാൻ അവളെ കളിയാക്കുകയും ചെയ്തതാ. പ്രണവ് വന്നിട്ടില്ല, അവനെ കാത്തിരിക്കൂ എന്നാ അവളപ്പോൾ പറഞ്ഞത്. അവൻ വന്നോളും, നീ പോയി കിടന്നോ എന്ന് പറഞ്ഞ് ഞാൻ അവളെ കിടക്കാൻ പറഞ്ഞു വിട്ടതുമാണ്. അവൾ റൂമിൽ കയറി ഡോർ അടയ്ക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ റൂമിലേക്ക് പോയത്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ? തൊണ്ട ഇടറിക്കൊണ്ട് പറയുന്നവനെ കണ്ടതും അജു അവനെ ചേർത്ത് പിടിച്ചു. ഒന്നും അറിയില്ലടാ. രാവിലെ പാൽ കൊടുക്കുന്ന പയ്യൻ വന്നപ്പോൾ പതിവില്ലാതെ ഉമ്മറത്തെ ലൈറ്റും ഇല്ല, പാലൊഴിക്കാനുള്ള പാത്രവും വെച്ചിട്ടില്ല, പിന്നെ ഭക്തിഗാനവുമില്ല. അവൾ ദിവസവും നേരത്തെ എഴുന്നേൽക്കുകയും വിളക്ക് വയ്ക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലുള്ള കുട്ടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇന്നിപ്പോൾ അതൊന്നും കണ്ടതുമില്ല. പകരം ഉമ്മറത്തെ കസേരയും മറ്റും മറിഞ്ഞു കിടക്കുന്നതും ഡോറ് തുറന്നു കിടക്കുന്നതും ഒക്കെ കൂടെ കണ്ടപ്പോൾ അവനെന്തോ പന്തികേട് തോന്നിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരെ വിളിച്ചു വരുത്തിയതാ. അല്ല, എന്നിട്ട് എന്താ നീ ഇങ്ങനെ നിൽക്കുന്നേ? അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തതെന്താ? നീ വന്നേ. തൻ്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയവനെ തടഞ്ഞുകൊണ്ട് അജു അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. എടാ, നീ എന്താ ഈ കാണിക്കുന്നത്? നീ വന്നേ. ഇല്ലെങ്കിൽ ചിലപ്പോൾ പോലീസ് വരാതെ ഇനി അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. അതെന്താ? അജുവിൽ നിന്ന് മറുപടി വരാതെ ആയതും ഹരി പതർച്ചയോടെ ആ വീടിന് നേരെ നോക്കി. തൻ്റെ തൊണ്ടക്കുഴിയിലൂടെ ഇറങ്ങുന്ന ഉമിനീര് പോലും ലാവ് കണക്കി ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നിയവന്. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവൻ തളർച്ചയോടെ അജുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു. കൂടപ്പിറപ്പുകളില്ലാത്ത തനിക്ക് പെട്ടെന്ന് വന്നു ചേർന്ന 2 കൂടപ്പിറപ്പുകളാണ് പാർവതിയും പ്രണവും. ഡാ ഹരി, നീങ്ങ് വന്നേ. എന്താ അമ്മേ രാവിലെ തന്നെ വിളിച്ചു പോകുന്നത്? ആകപ്പാടെ ഒരു ദിവസം ലീവ് കിട്ടുന്നത്. അന്നെങ്കിലും ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. അല്ലെങ്കിൽ ഈ ഇടയായി അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചിണുങ്ങലോടെ സ്റ്റെയർ ഇറങ്ങി വന്നവൻ ഹോളിൽ അമ്മയ്ക്കൊപ്പം നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടതും പറയാൻ വന്നത് പെട്ടെന്ന് നിർത്തി. ഹാ മോളെ, ഇതാണ് എൻ്റെ മോൻ ഹരി. ഡാ, ഇത് പാർവതി, നമ്മുടെ അടുത്ത വീട്ടിലെ പുതിയ താമസക്കാരാ. അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ടവൻ കിച്ചണിലേക്ക് നടന്നു. 3 കപ്പ് ചായയുമായി തിരികെ വന്നവൻ 1 കപ്പ് അമ്മയ്ക്കും 1 കപ്പ് പാർവതിക്കും നേരെ നീട്ടി. ഏട്ടൻ എന്താ ചെയ്യുന്നത്? പുഞ്ചിരിയോടെ കപ്പ് വാങ്ങിക്കൊണ്ടവൾ തിരക്കി. ഞാനൊരു ഷെഫാ. ഓ, അതാണ് ചായയ്ക്കൊരു പ്രത്യേക രുചി. ഹേയ്, അതെൻ്റെ കഴിവല്ല, അമ്മയുടെ സ്പെഷ്യൽ ചായപ്പൊടിയുടേതാ എന്ന് പറഞ്ഞുകൊണ്ടവർ കപ്പ് ചുണ്ടോട് ചേർത്തു. അല്ല, പാർവതി എന്താ ചെയ്യുന്നത്? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുക ഏട്ടാ. ആഹാ, നന്നായിട്ട് പഠിക്കണം കേട്ടോ.
പെൺകുട്ടികളൊക്കെ സ്വന്തം കാലിൽ നിൽക്കുന്നതാ എപ്പോഴും നല്ലത്. അതാണ് അവരുടെ സേഫ്റ്റി. ആ ചോദിക്കാൻ മറന്നു, മോള് വീട്ടുകാരെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ? അച്ഛനും അമ്മയൊക്കെ? അച്ഛനും അമ്മയില്ല, ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ അവർ ഡിവോഴ്സ് ആയതാ. പിന്നെ ഒരു ചേട്ടനുണ്ട്, പ്രണവ് എന്ന പേര്. അവനിവിടെ അടുത്തൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ആ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളോ? സങ്കടത്തോടെ തലതാഴ്ത്തിയിരിക്കുന്നവളെ കണ്ടതും അമ്മ ഹരിയെ നോക്കി. അതിനവർക്ക് ആരുമില്ല എന്ന് ആരാ അമ്മയോട് പറഞ്ഞത്? അവർക്ക് നമ്മളില്ലേ എന്ന് ചോദിച്ചുകൊണ്ടവൻ അവളുടെ തലയിൽ വേദനിപ്പിക്കാതെ ഒന്ന് കൊട്ടി. അതറിഞ്ഞവൾ കുറുമ്പോടെ അവനെ നോക്കി. ആരുമില്ല എന്നൊന്നും കരുതണ്ട കേട്ടോ, ഞങ്ങളൊക്കെ ഇവിടെയുണ്ട്. എന്താവശ്യത്തിന് വിളിച്ചാലും ഞങ്ങളൊക്കെ വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയുടെ അമ്മ അവളെ ചേർത്ത് പിടിച്ചു. ശരിയമ്മ, ഞാൻ ഇറങ്ങട്ടെ, അവിടെ സാധനങ്ങളെല്ലാം ഒന്ന് ഒതുക്കി വെക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കയ്യിലെ കപ്പ് ടേബിളിലേക്ക് വെച്ച ശേഷം ഇരുവരോടും യാത്ര പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. അവൾ പോകുന്നത് കണ്ടതും ഹരി പുഞ്ചിരിയോടെ അമ്മയെ നോക്കി. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. ഇരു വീടുകളിലും പാർവതിക്ക് സ്വന്തം വീട്ടുകാരായി. ആരോരും അല്ലാതെ ഇരുന്ന ഇരുവരും എനിക്കും അമ്മയ്ക്കും ആരെല്ലാമോ ആയി. ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ പോലും തനിക്ക് 2 കൂടപ്പിറപ്പുകൾ ഉണ്ടെന്ന് തോന്നിത്തുടങ്ങി. അത്രയേറെ രണ്ടുപേരും എനിക്കും അമ്മയ്ക്കും പ്രിയപ്പെട്ടവരായി. ഇടയ്ക്ക് പോലീസ് ജീപ്പിന്റെ സൗണ്ട് കേട്ടതും ചിന്തകളിൽ നിന്ന് ഞെട്ടിയുണർന്നവൻ നെഞ്ചിടിപ്പോടെ ചുറ്റിലും നോക്കി. കാലുകൾ തളർന്നു തുടങ്ങിയതും വേച്ചവൻ വീട്ടിലേക്ക് നടന്നു. തൻ്റെ റൂമിന്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയവൻ കണ്ടു വെള്ള തുണിയിൽ പൊതിഞ്ഞ് ആംബുലൻസിൽ കയറ്റുന്ന 2 ശരീരങ്ങൾ. ഇരുവരുടെയും ശരീരത്തിൽ നിന്ന് അപ്പോഴും രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടവൻ കണ്ണുകൾ അമർത്തിയടച്ചു. അച്ഛ എന്ന ഉറക്കെയുള്ള വിളി കേട്ടതും ഹരിയും അമ്മയും ഞെട്ടലോടെ മുറ്റത്തേക്ക് നോക്കി. അനശ്വരയ്ക്കൊപ്പം ഗേറ്റ് കടന്നു വരുന്ന കുഞ്ഞു പാർവതിയെ കണ്ടതും ഹരി പുഞ്ചിരിയോടെ കയ്യിലെ പത്രം മടക്കി മാറ്റിവെച്ചുകൊണ്ട് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് നെറുകയിൽ അമർത്തിമുത്തി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.